ഗവർണർ സി.വി. ആനന്ദബോസിനെതിരെ ആരോപണം കടുപ്പിച്ച് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. ഗവർണർ പുറത്തുവിട്ടത് എഡിറ്റ് ചെയ്ത വീഡിയോ ആണ് എന്നുള്ളതാണ് പ്രധാന ആരോപണം. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, മറ്റൊരു വീഡിയോ ഉൾപ്പെടുന്ന പെൻഡ്രൈവ് ഉണ്ടെന്നാണ് മമതാ ബാനർജിയുടെ ആരോപണം. ഇത് ചെറിയ ആരോപണമല്ല. എങ്ങനെയാണ് ഈ ആരോപണത്തെ സി.വി. ആനന്ദബോസ് എതിർക്കുന്നത്? പ്രവിധ, ഗവർണർ സി.വി. ആനന്ദബോസിന് എതിരായ ആരോപണം കടുപ്പിച്ചിരിക്കുകയാണ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. സി.വി. ആനന്ദബോസിന്റെ മറ്റൊരു വീഡിയോ ഉൾപ്പെടുന്ന പെൻഡ്രൈവ് കൂടി തന്റെ പക്കലുണ്ട് എന്നാണ് മമത വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഹൗറയിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് റാലിക്കിടെയാണ് മുഖ്യമന്ത്രിയുടെ ഈ പ്രഖ്യാപനം. ഗവർണർ ആദ്യം രാജിവെക്കണം എന്ന ആവശ്യമാണ് മമതാ ബാനർജി ഉന്നയിച്ചിരിക്കുന്നത്. നിലവിൽ ഉയർന്ന ആരോപണവുമായി ബന്ധപ്പെട്ട് അതിൽ പൊതുജനങ്ങൾക്ക് സുതാര്യത ഉറപ്പാക്കാനായി ഗവർണർ ഈ വീഡിയോ ദൃശ്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പങ്കുവച്ചിരുന്നു. എന്നാൽ ഗവർണർ പുറത്തുവിട്ടത് എഡിറ്റ് ചെയ്ത വീഡിയോ ആണ് എന്നും എന്തുകൊണ്ട് മുഴുവൻ ദൃശ്യങ്ങളും കാണിക്കുന്നില്ല എന്നുള്ള ചോദ്യമാണ് മമതാ ബാനർജി ഉന്നയിക്കുന്നത്. ഗവർണർ രാജ്ഭവനിലേക്ക് ക്ഷണിച്ചാൽ താൻ പോകില്ല എന്നും മറിച്ച് തെരുവിൽ കാണാൻ ഗവർണർ ക്ഷണിക്കുന്നത് എങ്കിൽ മാത്രമേ പോകാൻ കഴിയൂ എന്നും, കാരണം ഗവർണറുടെ അടുത്ത് ഇരിക്കുന്നത് പോലും പാപമാണ് എന്നുമാണ് മമതാ ബാനർജിയുടെ പ്രതികരണം. ഇക്കാര്യത്തിൽ മമതാ ബാനർജിയുടെ രാഷ്ട്രീയം വൃത്തികെട്ടതാണെന്നും ദൈവത്തിന് പോലും മമതയെ രക്ഷിക്കാനാകില്ല എന്നും ദീദിഗിരി ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്നുമുള്ള പ്രതികരണമാണ് സി.വി. ആനന്ദബോസ് നടത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ രാഷ്ട്രീയ വിവാദമാണ് ബംഗാളിൽ നടക്കുന്നത്. സി.വി. ആനന്ദബോസിനെതിരെ ശക്തമായിട്ടുള്ള വാദമാണ് ഇപ്പോൾ മമതാ ബാനർജി ഉന്നയിക്കുന്നത്. ഗവർണറുടെ പ്രതികരണവും ഈ വിഷയത്തിൽ വരുന്നു. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്.